ശ്രീപത്മനാഭജയം ഗുരുവായൂരപ്പനും മഹിമയൂരപ്പനും വടക്കുംനാഥനും സാഷ്ടാംഗ നമസ്കാരം. വെട്രിവേൽ വീരവേൽ. ലോകത്തിൻ്റെ ഏത് കോണിപ്പോയാലും ശ്രീപത്മനാഭൻ എൻ്റെ അസ്തിത്വമാണ്. അതിനെ മറന്നുകൊണ്ട് എനിക്ക് ആരംഭിക്കാൻ സാധിക്കില്ല. അത് മുരുക ഭഗവാന്റെ വേദിയിലായാലും ശരി തന്നെയാണ്, എൻ്റെ അസ്തിത്വമാണ്. മയൂരം ഒന്നിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. രജിത്തേട്ടൻ വിളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ 41 ദിവസം നിർമാല്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏതാണ്ട് 38ാമത്തെ ദിവസമാണ് അത് നടക്കുന്നത്. അപ്പോൾ ആ സമയമായതുകൊണ്ട് പിന്നെ 3 ദിവസം കൂടി ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് രാവിലെ 3:30 മണിക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ തവണ അത് മിസ്സായി പോയതാണ്. ചില നിയോഗങ്ങളാണ്. ചില സമയത്ത് മാത്രമേ നമുക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ശ്രീ പ്രശാന്ത് വർമ്മയെ കാണുന്നുണ്ടായിരുന്നു. ഗോപാൽജി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ ചില നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നിയോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രശാന്തേട്ടന് അറിയില്ല ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. ഞാനൊരു 2010-11 കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകണം എന്ന് ആഗ്രഹിച്ച് വലിയ രീതിയിൽ ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പല കാരണങ്ങൾ കൊണ്ട് തട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനന്തപുരി ഹിന്ദു സമ്മേളനം ആദ്യം നടക്കുകയാണ് 2012. അപ്പോൾ ആ സമയത്ത് ഇതുകൂടി കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതി ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട് അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ഗോപാൽജിയാണെന്ന് എൻ്റെ ജനറൽ കൺവീനർ ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണ് പ്രശാന്തേട്ടൻ്റെ ഒരു ഭജന അവിടെ ആദ്യം നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വലിയ നമ്മുടെ ഇവരൊക്കെ ഉണ്ടല്ലോ അല്ലേ, നന്ദ ഭജൻ, അവരെ വലിയ രീതിയിൽ അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച ഒരാൾ അദ്ദേഹം. അപ്പോൾ ആ ഭജന അവിടെ കേൾക്കുന്ന സമയത്ത് അതിനു മുമ്പ് അത്രയും മനോഹരമായ ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നി ഇതുകൊണ്ടാണ് എന്നെ ഈശ്വരൻ ഇവിടുന്ന് വിടാതെ ഇരുന്നത്. ഇനി ഞാൻ വിടുന്നില്ല, ഭാരതത്തിൽ തന്നെ നിൽക്കാൻ പോവുകയാണ്. ഇതൊക്കെ മിസ് ചെയ്തിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ചില സമയത്ത് ചില നിയോഗങ്ങൾ നമ്മളിലേക്ക് അങ്ങനെ വരും. ആ നിയോഗങ്ങളിൽ ഒന്നാണ് രജിത്തേട്ടനിലൂടെ നിങ്ങളെല്ലാവരും ഒരു കാട്ടുതീ പോലെ അതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം രജിത്തേട്ടൻ കഴിഞ്ഞ തവണ മയൂരം 1-ന്റെ വേദിയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഭാരതം, റഷ്യ, ചൈന എല്ലാം കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു ലോകക്രമം രൂപീകരിക്കപ്പെടും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26-ാം തീയതിയായിരുന്നു. അപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് 26-ാം തീയതി സമയത്ത് അത് യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടു. അത്ഭുതത്തോടു കൂടി തന്നെ നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഡീപ് സ്റ്റേറ്റ് അടുത്ത വർഷത്തോടു കൂടി ഭാരതം യാഥാർത്ഥ്യമാക്കും. ആക്കുമോ? വിശ്വാസമുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അത് എന്തുകൊണ്ടെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞതിലുള്ള വിശ്വാസം മാത്രമല്ല, നമ്മൾ പല തരത്തിലുള്ള യജ്ഞങ്ങളും കണ്ടിട്ടുണ്ട്. എന്താ? ധനം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ 100 കണക്കിന് യാഗങ്ങളിൽ ആൾക്കാർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് യാഗം നടക്കുന്നു എന്നറിഞ്ഞ് ഇവിടെ വന്നു കൂടിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷാൽ മുരുകൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയം ഉണ്ടാകേണ്ടെന്ന കാര്യമല്ല. ഭാരതത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എപ്പോഴും മുന്നിൽ നിൽക്കാൻ ഒരു നായകൻ ഉണ്ടാവണം. നായകൻ ഉണ്ടെങ്കിൽ പുറകിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 1000 അല്ല 10,000 അല്ല ലക്ഷങ്ങളുണ്ടാകും. ആ മുന്നിൽ നിൽക്കുന്ന നായകൻ എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടാകണം. ആ ഗുണം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മണികർണിക സിനിമയിൽ ഝാൻസി റാണി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടെന്നാണ്, ഏ ഭാരത് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് പറയുന്നതാണ്. അപ്പോൾ മറ്റേ ബ്രിട്ടീഷുകാരൻ വന്ന് അവരോട് പറയും, എന്താ നിങ്ങൾ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എല്ലാം ഉണ്ടായേനെ. അപ്പൊ അവർ തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, ഏ ഭാരത് ഇത് ഭാരതമാണ്. യഹാ സബ് കുച്ച് ചോട്നെ വാലോ കെ സാത്ത് സബ് കുച്ച് ഹോത്താ ഹൈ. ഇത് ഭാരതമാണ്. ഇവിടെ എല്ലാം ഉപേക്ഷിക്കുന്നവന്റെ കൂടെയാണ് എല്ലാം ഉണ്ടാവുക എന്നുള്ള കാര്യം. അത് ലോകത്തും മറ്റൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ഒരു ഛത്രപതി ശിവജി മഹാരാജാവ് 16-17 വയസ്സിൽ ഇറങ്ങി വന്ന് മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഭാരതമായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് വല്ല പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ പോലെ കുറച്ച് നേരത്തെ നമ്മുടെ രാജേഷേട്ടൻ്റെ യസീദികളെ കുറിച്ച് പറഞ്ഞു, സുനിലേട്ടനാണ് യസീദികളെ കുറിച്ച് പറഞ്ഞത്. സുനിലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഒരമ്മയെ 3 ദിവസം പട്ടിണി കിട്ടു, 4-ാമത്തെ ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു, സുഖം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, രുചിയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് കറി വെച്ച് തന്നതെന്ന് പറഞ്ഞു. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയേ ആയിരുന്നു. മുന്നിൽ ഒരു നായകൻ ഉണ്ടായിരുന്നു. ആ നായകൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ സ്ഥിരമായിട്ട് ഗുരുവായൂർ വരുന്ന സമയത്ത് എനിക്ക് ദർശനത്തിന് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. രാജൻ ചേട്ടൻ വന്നിട്ടുണ്ടോ എന്നറിയില്ല, രാജൻ തറയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജൻ ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു മനോഹരമായ ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹവും നരേന്ദ്രമോദിജിയും കൂടെ ഒപ്പം ഇരിക്കുന്നതാണ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് കിട്ടലില്ല. അതായത് വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ് രണ്ടുപേരും. അതായത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഉള്ളതാണ്.
ഇപ്പോൾ രാജചേട്ടൻ എന്നോട് പറഞ്ഞു, പണ്ടത്തെ പോലെ, അതായത് പ്രധാനമന്ത്രി ആയതിനു ശേഷം വരുമ്പോഴും അടുത്തേക്ക് ഇപ്പം നിവേദിത ചേച്ചിയുണ്ട്, ചേച്ചിക്ക് അറിയാം, അടുത്ത് പോകാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. ഇപ്പം അത് പറ്റുന്നില്ല, കുറച്ചുകൂടി സെക്യൂരിറ്റി ടൈറ്റാണ്. അപ്പോൾ SPGക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്, മുമ്പ് വരുമ്പോൾ ഒരു 5 വർഷം മുമ്പൊക്കെ ഗുരുവായൂർ വരുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇത്രയൊക്കെ സെക്യൂരിറ്റി മതിയാകും. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ക്രമത്തിനെ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന 1ാമത്തെയോ 2ാമത്തെയോ നേതാവിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ ഒരു തലത്തിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ മാത്രം അടിയുറച്ചതാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പറയാതെ പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് വടയാർ സുനിലേട്ടൻ പറഞ്ഞു. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്, മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ശബരിമല ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയുന്നത് കേരള രക്ഷകനാണ്. ആ കേരള രക്ഷകൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹത്തെ അങ്ങനെ കേവലം ഒരു വിഗ്രഹത്തിലേക്ക് മാത്രം നമ്മൾ കുറച്ച് കാണുന്നത് കൊണ്ട് ആരൊക്കെയോ അങ്ങനെ കുറച്ച് കാണുന്നുണ്ട്. അതായത് ഒരു ക്ഷേത്രത്തിന് തീ വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയുടെ കയ്യോ കാലോ തലയോ വെട്ടിക്കഴിഞ്ഞാൽ ആ ചൈതന്യത്തിനെ അവിടുന്ന് പറഞ്ഞു വിടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം 1950 നിങ്ങൾ തീ വയ്ക്കുകയും നിങ്ങൾ തല വെട്ടിക്കളയുകയും ചെയ്ത ആ മൂർത്തി അവിടെ വീണ്ടും ആ സൂക്ഷ്മത്തിലുണ്ടായിരുന്ന ആ ചൈതന്യം എത്രയാണോ അതിൻ്റെ 10 മടങ്ങായിട്ട് അവിടെ ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വർഷാവർഷം കോടിക്കണക്കിന് ആൾക്കാർ അവിടെ പോയി കുമ്പിടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾ എന്നറിയപ്പെട്ടിരുന്ന ആൾക്കാർ വരെ അയ്യപ്പ സംഗമം നടത്തി സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് അദ്ദേഹം വിളിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മൂക്കുകൾ കൊണ്ട് ഇക്ഷ, ഇമ്മ, ഇണ്ണ, ഇട്ട ഒക്കെ എഴുതിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. ഇവിടെ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്ന മുഴുവൻ വിഘടനവാദങ്ങളെയും പൊളിച്ചു കാണിച്ചിട്ട് അയ്യപ്പസ്വാമി ഇവരെ എല്ലാവരെയും വിടാൻ പോകുന്നുള്ളൂ. മറ്റേ ചിലർ പറയുമല്ലോ, എന്താണ്, ചിലർ സ്റ്റേജിൽ കയറി സുരാജിൻ്റെ പഴയൊരു കോമഡി ഉണ്ട്, എന്താ, ആൾക്ക് പാടി കുളവായി അവസാനം ആൾക്കാർ എന്തു പറഞ്ഞു, നീ ഇവിടുന്ന് പാടി പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതുപോലെയാണ്. ചിലരെ അത്ര പെട്ടെന്നൊന്നും ഭരണത്തിൽ നിന്ന് ഇറക്കി വിടില്ല. കാരണം നീയൊക്കെ ചെയ്തതിന് നിന്നെ മുഴുവൻ നാറ്റിച്ച് മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടൂ എന്ന് പറഞ്ഞിട്ട് ചിലരെ അവിടെ അനുഗ്രഹിച്ചിരുത്തിയിട്ടുണ്ട്. എല്ലാ വരങ്ങളും അനുഗ്രഹമാവില്ലല്ലോ അല്ലേ. അശ്വത്ഥാമാവിന് ഒരു അനുഗ്രഹം വരം കിട്ടിയിട്ടുണ്ട്. വരമല്ല, എന്താ, സ്വച്ഛം അല്ല, എന്താ, ചിരഞ്ജീവിയാണ്. പ്രളയകാലം വരെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വരമല്ല, ശാപമാണ്. പലരും ആഗ്രഹിച്ചിരുന്നു അങ്ങനൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ നിന്ന്. പക്ഷെ അശ്വത്ഥാമാവിന് കിട്ടിയത് ശാപമാണ്. അപ്പൊ ചില ഭരണങ്ങൾ എന്ന് പറയുന്നത് അനുഗ്രഹമല്ല, അത് ചില ശാപങ്ങളാണ്. അത് അയ്യപ്പസ്വാമി അവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇനിയും പണി പഠിപ്പിച്ചേ പലരെയും വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.